Praise the Lord. Hallelujah. Hallelujah. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ വേളയ്ക്കായി, ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായി നമുക്കെല്ലാവർക്കും നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ദിവസം നമുക്ക് ദാനമായി തന്ന ഈ വേളയിൽ നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ നമ്മെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന കർത്താവിൻ്റെ മഹാദയയെ ഓർത്ത് നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ തന്നെ പാർപ്പിൻ എന്നും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമരിയായിലും എൻ്റെ സാക്ഷികൾ ആകും എന്നും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപായി തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതായി നാം തിരുവചനത്തിൽ വായിക്കുന്നുവല്ലോ. പിതാവ് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങളോ അത് പ്രാപിക്കുവോളം ഉയരത്തിലെ ശക്തി അത് നേടുവോളം നഗരത്തിൽ തന്നെ പാർപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന്. അതെ, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കുവോളം കാത്തിരുന്ന് അത് പ്രാപിക്കണമെന്ന്. രണ്ടാമതായി, നിനക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമ്പോൾ ശക്തി കിട്ടും. എന്തിന്? ഭൂമിയുടെ അറ്റം വരെയും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ രക്തം ചിന്തിയതാൽ ലഭിച്ച രക്ഷയെക്കുറിച്ച് പിതാവായ ദൈവം വാഗ്ദാനം ചെയ്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് എടുത്തു പറയുവാനാണ് ദൈവം ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവരിൽ എത്ര പേർ ദൈവത്തിൻ്റെ ഈ ദൗത്യം നിറവേറ്റുന്നു? എത്ര പേർ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു? എത്ര പേർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹിതം എന്താണെന്ന് നോക്കുന്നു? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത് എന്ന്. ഇന്ന് ഇവിടെയായിരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ വിരലിൽ എണ്ണാവുന്ന ചിലരൊഴികെ എല്ലാ പേരും ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. കർത്താവ് പിതാവായ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുള്ളതിനാൽ നിങ്ങൾ കർത്താവിൻ്റെ ജനം. അത് എന്തിന്? ലോകത്തിൻ്റെ അറ്റം വരെയും നിങ്ങൾ കർത്താവിന് സാക്ഷ്യം വഹിക്കുവാൻ. അതെ, ദൈവത്തിന് വിശ്വസ്ത സാക്ഷികളായി നമ്മുടെ അന്ത്യം വരെയും നാം ആയിരിക്കാൻ കർത്താവിൻ്റെ മുമ്പാകെ നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് കൃപയാൽ തൻ്റെ രക്ഷയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാഭിഷേകവും നമുക്ക് നൽകിയവനായി നമ്മുടെ കർത്താവിനെ നാം സാക്ഷികളായിരിക്കാനായി മാത്രം ഉയരത്തിലെ ശക്തിയാൽ നമ്മെ നിറച്ചവനായ ദൈവത്തെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജീവനോടെ മഹത്വപ്പെടുത്താം. Glory to God. Hallelujah. Praise the Lord. നന്ദിയോട് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്നു പിതാവേ. Glory to Jesus Christ. Hallelujah. Praise the Lord. Hallelujah.
Praise the Lord. Glory to Master. Hallelujah. നന്ദിയോട് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു പിതാവേ. ഈ ദിനത്തിൽ ഞങ്ങളുടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ മുട്ടുകൾ മടക്കുന്ന ഈ വേളയിൽ സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുമാറാകണമേ. ഉയരത്തിലെ ശക്തി ഞങ്ങളെ പിന്നെയും നിറയ്ക്കുമാറാകണമേ. കർത്താവിൻ്റെ ആത്യന്ത ശക്തി പരിവർത്തിക്കുമാറാകണമേ. ദൈവാത്മ ശക്തി വ്യാപരിക്കുമാറാകണമേ. കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. സകല ബന്ധനങ്ങളും തകർക്കപ്പെടുമാറാകണമേ. അന്ധകാരത്തിന്റെ കോട്ടകൾ തകർക്കപ്പെടുമാറാകണമേ. ദൈവാത്മ ശക്തി വ്യാപരിക്കുമാറാകണമേ. Glory to God. Glory to Master. Hallelujah. Praise the Lord. Glory, glory, glory to Jesus Christ. Hallelujah. കർത്താവേ നന്ദിയോട് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. ദൈവാത്മ ശക്തി വ്യാപരിക്കുന്നതിനായി ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നതിനായി നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളെയും നിറയ്ക്കുന്നതിനായി നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്.
നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു കർത്താവേ. Glory to God, glory to Master. Hallelujah, praise the Lord. Hallelujah, 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 glory to God. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ദൈവാത്മശക്തി വ്യാപരിക്കുന്നതിനായി നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ. Glory, glory to Master. Hallelujah, praise the Lord. Glory to Jesus Christ. Hallelujah, glory to Master. Hallelujah, 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 praise the Lord. Glory to God, praise the Lord. Hallelujah. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു പിതാവേ, അങ്ങേക്ക് മഹത്വം. Glory to Master. Hallelujah, praise the Lord. Hallelujah, 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 glory to Master. Hallelujah. വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയാൽ വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയാൽ വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ നന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ നന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ നന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റെ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. യോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ അയച്ചൊരു പരിശുദ്ധാത്മാവേ, യോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ അയച്ചൊരു പരിശുദ്ധാത്മാവേ, സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെ നയിക്കും പരിശുദ്ധാത്മാവേ, സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെ നയിക്കും പരിശുദ്ധാത്മാവേ. നിറയണമേ നീ നന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ നന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ നന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റെ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. വിശ്വാസത്താൽ യേശുവിനെ തുമ്പിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ യേശുവിനെ തുമ്പിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ, ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. അപ്പോൾ
പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുക, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. Glory to God. Hallelujah. Praise the Lord. നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു പിതാവേ, നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. Glory to God. Hallelujah. Praise the Lord. Hallelujah. Hallelujah. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. Glory, glory, glory to Master. Hallelujah. 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 Glory to Master. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. Glory, glory to Master. Hallelujah. Praise the Lord. 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 Hallelujah. Glory to Jesus Christ. Hallelujah. Hallelujah. നന്ദിയോട് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. Glory to God. Glory to God. Glory to Master. Hallelujah. പിതാവേ, അല്പനേരം കൂടെ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി പിന്നെയും വ്യാപരിക്കുമാറാകണമേ. ഉയരത്തിലെ ശക്തി പിന്നെയും ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവാത്മശക്തി ഓരോ ഹൃദയങ്ങളെയും പിന്നെയും രൂപാന്തരപ്പെടുത്തുമാറാകണമേ. പിതാവേ, ഇന്ന് ഞങ്ങൾ ശ്രമിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമാറാണ്. കർത്താവേ, ഒരിക്കൽ കൂടെ അവിടുത്തെ ആത്മാവ് ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിറയ്ക്കുമ്പോൾ ഞങ്ങൾ ശക്തി ലഭിച്ചവരാകി, ഞങ്ങളുടെ കർത്താവിനെ സാക്ഷ്യം വഹിക്കുന്നവരാകി, ഞങ്ങളുടെ അന്ത്യശ്വാസം വരെ നിലകൊള്ളുവാൻ ദൈവാത്മശക്തി പ്രവർത്തിക്കുമാറാകണമേ. Glory to Master. Hallelujah. Glory to God. Hallelujah. Glory to Master. Hallelujah. നന്ദിയോട് ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളേവരെയും താഴ്ച അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Praise the Lord. Hallelujah. നടപടി പുസ്തകം 19 അധ്യായം 1 മുതൽ വാക്യങ്ങൾ. അപ്പോസ്തല നടപടി പുസ്തകം 19 അധ്യായം 1 മുതൽ വാക്യങ്ങൾ. അപ്പൊളോസ് കൊറിന്തോസിലായിരുന്നപ്പോൾ പൗലോസ് മലനാടുകളിലൂടെ സഞ്ചരിച്ച് എഫേസോസിലെത്തി. സുവിശേഷം പറഞ്ഞു നടക്കുന്ന കാലത്ത് കൊരിന്തോസിലായിരുന്നു പൗലോസ്. ആ പൗലോസ് മലനാടുകളിലൂടെ സഞ്ചരിച്ച് അവസാനം എഫേസോസിലെത്തി. എഫേസോസ് എന്ന് പറയുന്ന ഒരു പട്ടണമാണ്. ആ പട്ടണത്തിലെത്തി, സഞ്ചരിച്ച് എഫേസോസിലെത്തി. അയാൾ അവിടെ ഏതാനും ശിഷ്യന്മാരെ കണ്ടുമുട്ടി. എഫേസോസിലെത്തിയപ്പോൾ അവിടെ കുറേ വിശ്വാസികളുണ്ടായിരുന്നു. ആ വിശ്വാസികളോട് പൗലോസ് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിലേക്ക് വന്ന സ്ഥിതിക്ക്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിൻ്റെ വഴിയിൽ വന്ന സ്ഥിതിക്ക്, നിങ്ങൾ ക്രിസ്ത്യാനികളായപ്പോൾ
നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ എന്ന് പൗലോസ് അപ്പോസ്തലൻ എഫേസോസിലെത്തിയപ്പോൾ അവിടെ കണ്ട വിശ്വാസികളോട് ചോദിച്ചു. കുറേ വിശ്വാസികളെ കണ്ടു. നിങ്ങൾ ക്രിസ്ത്യാനികളായി മാറിയവരാണല്ലേ തന്നെ? അപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ടോ? നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നാരും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടുമില്ല. ഞങ്ങൾ ക്രിസ്ത്യാനികളായി മാറി, വാസ്തവമാണ്. പക്ഷെ പരിശുദ്ധാത്മാവുണ്ടെന്നും ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാലേ ക്രിസ്ത്യാനിയായി മാറുകയുള്ളൂ എന്നുമുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങളോട് ആരും പറഞ്ഞു തന്നുമില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ പ്രദേശങ്ങളിലും കാണപ്പെടുന്നത്. എന്തിന്? മിക്കവാറും രാജ്യങ്ങളിലും ഇത് കാണപ്പെടുന്നു. ഇന്നും പരിശുദ്ധാത്മാവിനെ അറിയാത്തവരായി ധാരാളം പേരുണ്ട്. പരിശുദ്ധാത്മാവ് ആരെന്ന് പോലും അറിയാത്ത ക്രിസ്ത്യാനികൾ. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. നാമും അവരുടെ കൂട്ടത്തിലായിരുന്നു ഒരു കാലത്ത്. ഇവിടെ വന്നൊരു ധ്യാനം കൂടി. ആ ധ്യാനം വഴി രക്ഷയും അഭിഷേകവും നിനക്ക് കിട്ടിയപ്പോൾ നീ ഒരു ക്രിസ്ത്യാനിയായി മാറി. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. എന്നാൽ അതില്ലാത്ത ഒരു സ്ഥലത്ത് പോയി പൗലോസ് ചോദിച്ചു, പരിശുദ്ധാത്മാവുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു, എങ്കിൽ ഏത് സ്നാപനമാണ് നിങ്ങൾ സ്വീകരിച്ചത്? നിങ്ങൾ ജ്ഞാനസ്നാനമെടുത്തല്ലോ, അതെന്ത് ജ്ഞാനസ്നാനമാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പൗലോസ് പറഞ്ഞു, തൻ്റെ പിന്നാലെ വരുന്നവനിൽ, അതായത് യേശുവിൽ വിശ്വസിക്കുവാൻ ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിൻ്റെ സ്ഥാപനമാണ് യോഹന്നാൻ നൽകിയത്. നിങ്ങൾക്ക് യോഹന്നാൻ നൽകിയത് നിങ്ങൾ മാനസാന്തരപ്പെടുവാനും നിങ്ങൾ ചെയ്ത തെറ്റുകൾ അപരാധങ്ങൾ ഓർത്ത് ദുഃഖിക്കുവാനും നിങ്ങൾ കർത്താവിങ്കലേക്ക് ഒരു തിരിച്ചുവരവ് വരുവാനുമാണ് ആ സ്നാനം നിങ്ങൾക്ക് കിട്ടിയത്. ഇത് കേട്ട് അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാപനം സ്വീകരിച്ചു. പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിച്ചു. പരിശുദ്ധാത്മാവ് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി. പൗലോസ് അവരുടെ മേൽ, അവരുടെ തലയിൽ കൈവച്ചപ്പോൾ അങ്ങനെ അവിടെ കൂടിയിരുന്ന വിശ്വാസികൾ അത്ര പേരും അഭിഷേകം പ്രാപിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം, കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1 കൊരിന്ത്യർ 2:14, 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. വെറും മനുഷ്യന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദാനങ്ങൾ ലഭിക്കുന്നില്ല. വെറും മനുഷ്യൻ, നാച്ചുറൽ മാൻ, സാധാരണ മനുഷ്യൻ, രക്ഷിക്കപ്പെടാത്തവൻ, ദൈവത്തെ അറിയാത്തവൻ, ചുമ്മാ ചട്ടയും ഇട്ടും കൊണ്ട് നടക്കുന്നവൻ, ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നവൻ, കഴുത്തിൽ കുറേ സൗകര്യമുണ്ടെങ്കിൽ സ്വർണത്തിൽ ഒരു മാല,
ആ മാലയോട് ചേർന്ന് സ്വർണത്തിലൊരു കുരിശ് ഇട്ട് നടക്കുന്ന സ്വർണ്ണ കുരിശ് ക്രിസ്ത്യാനി. അവൻ പറയുന്ന അവൻ ക്രിസ്ത്യാനിയാണ്. ദിവസവും കുടിക്കും, ദിവസവും ചാരായം കുടിക്കും, ബ്രാൻഡി കുടിക്കും, വിസ്കി കുടിക്കും, ചീത്ത പ്രവൃത്തികളിൽ ഏർപ്പെടും, മയക്കുമരുന്ന് കഴിക്കും, പ്രാർത്ഥനയ്ക്കും വരാറുണ്ട്. അവൻ്റെ ഗതി ഇന്നോടെ അവസാനിക്കും. അവൻ ജീവനോടിരിക്കില്ല. കുറേ നാൾ കഴിയുമ്പം ചത്തുപോകും. ധിക്കരിച്ചത് കാരണം ജീവനോടിരിക്കില്ല, കർത്താവ് വെച്ചിരിക്കില്ല. കാരണം എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് ഇവരിൽ പ്രധാനം. ഹല്ലേലൂയ. വായിക്ക. വെറും മനുഷ്യന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദാനങ്ങൾ ലഭിക്കുന്നില്ല. അയാൾക്ക് അവഭോഷത്തങ്ങൾ, മണ്ടത്തരം. ഇതെന്താ ഇത്? ഒരു രക്ഷ, ഒരു അഭിഷേകം, ആത്മാവ്, അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ തിരുനാള്, പെന്തക്കോസ്ത് തിരുനാള് എന്നൊക്കെ ഇവർ പറയുന്നത് എന്താണിത്? നമ്മുടെ പള്ളികളിലൊന്നും പറയുന്നില്ലല്ലോ. ഇതൊക്കെ അവർ വെറുതെ പറയുന്നതാണ്. അവിടെ പോകരുത് കേട്ടോ, മദ്യപിക്കരുതെന്ന് പറയും, മയക്കുമരുന്ന് ഉപയോഗിക്കരുതെന്ന് പറയും, അടിപിടി ശണ്ട കൂട്ടരുതെന്ന് പറയും, സമാധാനവും സന്തോഷവും ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്ന് പറയും, ദൈവത്തെ ആരാധിക്കാനും സ്തോത്രം ചെയ്യാനും പറഞ്ഞു തരും. അതുകൊണ്ട് കാര്യമില്ല. നാം നമ്മുടെ ശരീരത്തിന് വേണ്ടി നാം കുടിക്കണം, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കണം, അവർ പറയുന്നത് കേൾക്കണ്ട എന്നുള്ള വെറും മനുഷ്യരാണ് ഇന്ന് ലോകത്തുള്ളത്. വെറും മനുഷ്യരാണ്. ആ വെറും മനുഷ്യന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദാനങ്ങൾ ലഭിക്കുന്നില്ല. അയാൾക്ക് അവഭോഷത്വമാണ്, മടത്തരമാണ്, ആധ്യാത്മികമായി ഗ്രഹിക്കേണ്ട. ആകയാൽ അവ മനസ്സിലാക്കാൻ അയാൾക്ക് സാധ്യമല്ല. ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആത്മീയമായ രീതിയിലൂടെയാണ്. ദൈവത്തിൻ്റെ അറിവ് വേണം. BA, MA, MSc, പിന്നെ IAS, IPS എന്നൊക്കെ നീ എത്ര പഠിച്ചിരുന്നാലും, എഞ്ചിനീയറോ വക്കീലോ ആരായിട്ട് നീ മാറിയാലും, എടാ ബൈബിൾ വായിക്കാൻ നിനക്കറിയാമോ? ദൈവജ്ഞാനം എന്നുള്ളതില്ല, മനുഷ്യജ്ഞാനമാണ്. പൈശാചിക ശക്തികൾക്ക് അടിമയായിട്ടുള്ള ലൗകികമായ ജ്ഞാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ലൗകികമായ ജ്ഞാനമുള്ളവന് ദൈവിക കാര്യങ്ങൾ നിരക്കുകയില്ല, അവന് മനസ്സിലാകുകയില്ല, അവന് പിടിയിട്ടില്ല, അവന് ഭ്രാന്ത് പോലെ തോന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 4-ാം അധ്യായം. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ് ഇന്നിവിടെ ഇരിക്കുന്നവരിൽ ഒരു 90%. ഇവിടെ ഇരിക്കുന്നവരിൽ 90% രക്ഷിക്കപ്പെട്ടവരാണ്. 90% പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവരാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണ്. ഈ നല്ല തിരുനാൾ ദിവസത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ കാണുന്നുണ്ടോ? നിങ്ങൾ കള്ളം പറയുന്നവരാണ് കൂടുതലുള്ളത്. എപ്പോഴും വായ് തുറന്നാലും കള്ളം. കള്ളമെന്ന് പറഞ്ഞാൽ ഈ ഗ്രാം കണക്കിനല്ല, കിലോ കണക്കിനല്ല, ടൺ കണക്കിനാണ് ഓരോരുത്തരും കള്ളം പറയുന്നത്. വീട്ടിലും നാട്ടിലും മറ്റുള്ളവരെടുത്തും എല്ലാവരോടും കള്ളം, 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 കള്ളം. അതൊരു ശീലമായിപ്പോയി. കള്ളം പറയാതിരുന്നാൽ ഇവന് ഉറക്കം വരിയില്ല. കാരണം പിശാച് ഇവൻ്റെ കൂടെ ഉണ്ട്, താമസമാണ്. ഇവനോടൊപ്പം പിശാച് താമസിക്കുമ്പോൾ ഇവൻ്റെ വായിൽ കള്ളം വരാതെ വേറെ സത്യമാ വരും? അങ്ങനെ കള്ളം പറയുന്നവർ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം
ഈ പരിശുദ്ധാത്മ നമ്മെ വസിക്കുവാൻ വന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ അഭിഷേകം സ്വീകരിച്ചവർ ആ പരിശുദ്ധാത്മാവിന് ഹൃദയത്തിൽ ആ പരിശുദ്ധാത്മാവിന് സ്ഥാനം കൊടുത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു പരിശുദ്ധാത്മാവ്. നിന്നോട് അവസാനം വരെ ഇരിക്കുവാൻ ദൈവം അയച്ച പരിശുദ്ധാത്മാവ്, നീ മരിക്കുന്നത് വരെ നിന്റെ കൂടെ ഇരിക്കുവാൻ അനുവദിച്ച പരിശുദ്ധാത്മാവ്, നിന്നോടൊപ്പം ഇരുന്ന് നിന്നെ നൽവഴിപ്പെടുത്തുവാനായി കാത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ്, നിന്റെ നന്മയ്ക്കായി, കുടുംബത്തിൻ്റെ നന്മയ്ക്കായി, എല്ലാറ്റിനും നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നിന്നിലുണ്ട്. വെറുതെ ഹല്ലേലൂയ പറഞ്ഞിട്ട് പോകാതെ. നിന്നിലുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ നീ അനുസരിക്കണം. ഇവിടെ വചനം പറയുന്നു, ആ നല്ല പരിശുദ്ധാത്മാവിനെ നീ ദുഃഖിപ്പിക്കരുത്. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ ദുഃഖിപ്പിക്കരുത്. നീ കള്ളം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. നീ കേടായിട്ടുള്ള എന്തെങ്കിലും പാപം ചെയ്യുമ്പോൾ നിന്നിലെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. നീ മറ്റുള്ളവരെ മോശമായി എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാൻ മിടുക്കന്മാരുണ്ട്, മിടുക്കികളുമുണ്ട്. കുറ്റം പറയാൻ മിടുക്കന്മാരും മിടുക്കികളുമുണ്ട്. ഇവിടെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. മോഷ്ടിക്കരുത് അടുത്തവൻ്റെ വക. കള്ളം പറയരുത്. കള്ളം പറഞ്ഞാൽ ഉടനെ മാപ്പ് ചോദിക്കണം. ഞാൻ അറിയാതെ കള്ളം പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിവില്ലാതെ ഒരുപാട് കാര്യങ്ങൾ നിന്നോട് കാണിച്ചു, അതൊക്കെ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ നിന്നിലെ പരിശുദ്ധാത്മാവ് സന്തോഷിക്കും, ഇല്ലെങ്കിൽ ദുഃഖിക്കും. ഇവനിൽ നാം കടന്നു വന്നല്ലോ, ഈ ആത്മാവിൽ ഞാൻ കടന്നു വന്നല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കും. കുറേ നാൾ കൂടി നോക്കും. നീ മാനസാന്തരപ്പെട്ട് മാറി വരുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ കുറേ നാൾ കൂടി നിൻ്റെ കൂടെ ഇരിക്കും, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നീ ഇനിയെങ്കിലും കള്ളം പറയാതിരിക്കാൻ, നീ ഇനിയെങ്കിലും മദ്യപിക്കാതിരിക്കാൻ, നീ ഇനിയെങ്കിലും മറ്റുള്ളവരെ ചതിക്കാതിരിക്കാൻ, ഇനിയെങ്കിലും മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കാൻ പ്രയാസപ്പെട്ട് പരിശുദ്ധാത്മാവ് നിന്നിൽ അല്പം നാൾ കൂടെ കാണും. അത് കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നിന്നെ വിട്ടുപോകും. നീ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവർ ചോദിച്ചാൽ പറയും, ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച, എനിക്ക് പരിശുദ്ധാത്മാവുണ്ട് എന്ന് നീ പറയും. നിന്നലെ പരിശുദ്ധാത്മാവ് പോയി വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ള സത്യം നിനക്കറിയില്ല. കാരണം നീ ഒരു മടയനാണ്, നീ വെറും ഒരു മടയനാണ്. നിന്നെക്കുറിച്ച് വലുതായിട്ടും മറ്റുള്ളവരെ ചെറുതായിട്ടും ചിന്തിക്കുന്നവനാണ് നീ. അതുകൊണ്ട് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഒരു ദിവസം ദുഃഖിക്കും. ദുഃഖത്തിൻ്റെ വിലാപയാത്ര നിനക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനിലാണ് രക്ഷാകര ദിനത്തിലേക്ക് നിങ്ങൾ മുദ്രിതരായിരിക്കുന്നത്. നിങ്ങൾക്ക് മുദ്ര വെച്ച് കർത്താവ്, ദൈവം നിങ്ങൾക്കൊരു മുദ്ര വച്ചിരിക്കുകയാണ്. എന്ത് മുദ്ര? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന മുദ്ര. അപ്പോൾ നീ മുദ്ര കുത്തപ്പെട്ടവനാണ്. നീ കർത്താവിൽ നിന്നും മുദ്ര കുത്തപ്പെട്ടവളാണ്. ആ മുദ്ര ഉടഞ്ഞു പോകരുത്. നിന്നെ സീൽ ചെയ്ത് വച്ചിരിക്കുകയാണ്, നിന്നെ പൂട്ടി വച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവെന്ന മുദ്ര നിന്നിൽ പതിച്ചിരിക്കുകയാണ്. മുദ്ര പൊട്ടാൻ പാടില്ല. അതൊരു പാർസലിൽ മുദ്ര അടിച്ചു വയ്ക്കുന്നത് പോലെ നിന്നെ മുദ്ര വച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്, മുദ്രീകരിച്ചിരിക്കുകയാണ്. ആ മുദ്ര പൊട്ടിപ്പോകരുത്. എന്തിനായി മുദ്ര? രക്ഷാകര ദിനത്തിലേക്ക്. രക്ഷാകര ദിനത്തിൽ ഈ മുദ്ര പൊട്ടാതിരുന്നാൽ നിന്നെ സ്വർഗത്തിൽ കർത്താവ് കയറ്റും. രക്ഷാകര ദിനത്തിൽ, അതായത് ദൈവത്തിൻ്റെതായ നീതി തീർപ്പിൻ്റെ ദിവസത്തിൽ
നിന്നിൽ കർത്താവ് വച്ചിരിക്കുന്ന മുദ്ര അത് ഉടഞ്ഞു പോയാൽ നീ പോകും നരകത്തിൽ. അപ്പോൾ മുദ്രയ്ക്ക് വിലയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കുറേ നാൾ കർത്താവ് നോക്കും. നിൻ്റെ പാപങ്ങൾ നീ ഇനി ആവർത്തിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നീ നടക്കുന്നില്ല എങ്കിൽ നിന്നിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെട്ടു പോകും. നിന്നെ പരിശുദ്ധാത്മാവ് നിന്നിൽ കാണുകയില്ല. മുദ്ര പൊട്ടിപ്പോയാൽ ഇനി ആ മുദ്ര രണ്ടാമത് വയ്ക്കാൻ പറ്റില്ല. നടപ്പില്ല സഹോദര സഹോദരി, നടപ്പില്ല. രക്ഷ ഒരേ ഒരു പ്രാവശ്യം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരേ ഒരു പ്രാവശ്യം. തെറ്റ് ചെയ്താൽ മാപ്പുണ്ട്. തെറ്റിന് കർത്താവിനോട് നിലവിളിക്കണം. അറിയാതെ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന്. അങ്ങനെ നിലവിളിക്കാതെ, മാനസാന്തരപ്പെടാൻ മനസ്സില്ലാതെ, മദ്യപാനത്തെ നിർത്താൻ സാധിക്കാതെ, മയക്കുമരുന്നിനെ വിട്ടുകളയാൻ മനസ്സില്ലാതെ, കള്ളവും കപടവും പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിച്ച് നടക്കുന്നവനെ അവൻ്റെ മുദ്ര ഉടഞ്ഞു പോകും. മുദ്ര ഉടഞ്ഞാൽ അവൻ ചെന്ന് താനെ വിടും നരകത്തിൽ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ആരും ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. இயேசுவின் காலம் நெருங்கி வந்து கொண்டே இருக்கிறது. இயேசுவின் வருகை சமீபமாக வந்து கொண்டே இருக்கிறது. அந்த இயேசு எப்பொழுது வருவார்? பரலோகத்தில் இருக்கிற தேவதூதர்களுக்கு தெரியாது. அந்த இயேசு எப்பொழுது வருவார்? வரப்போகிற இயேசுவுக்கே தெரியாது நாம் எப்பொழுது இந்த உலகத்தில் மறுபடியும் செல்வோம் என்று. அப்படியானால் யாருக்கு தெரியும்? பிதாவாகிய சர்வேஸ்வரன் ஒருவருக்கு மட்டும்தான் தெரியும் இயேசுவின் வருகை எப்பொழுது என்று. அந்த வருகை சமீபித்து வருகிறது என்று நான் சொல்லுகிறேன். அந்த காலம் நெருங்கி வருகிறது என்று நான் சொல்லுகிறேன். ஆகையால் அந்த காலத்தை நோக்கி பிரயாணம் பண்ண, ஆண்டவரோடு இருக்க நமக்கு கிடைத்த இந்த வாய்ப்பை நாம் சரியாக பிரயோஜனப்படுத்த, ஆண்டவர் நமக்கு தந்திருக்கிற பரிசுத்த ஆவியின் வல்லமையில் நாம் வளர, நிறைவு பெற, இனி வாழ்க்கையில் துன்பமில்லை என்று ஒரு முடிவுக்கு வா. சகோதரா சகோதரி, ஒன்று மட்டும் நினைத்துக்கொள், ஆண்டவரால் ஆசீர்வதிக்கப்பட்ட இடம் இந்த இடம். ஆண்டவரால் ஆசீர்வதிக்கப்பட்ட ஆண்டவருடைய பிள்ளைகளே, உள்ளே வாருங்கள், இடப்பாடின் உள்ளே வாருங்கள். இனி துன்பமில்லை, இனி துயரமில்லை, இது வேதனை இல்லை, எல்லாவற்றையும் அவர் அகற்றி விடுவார் என்கிற உறுதி உனக்கு உள்ளத்தில் இருந்து உன்னுடைய கெட்ட சுபாவங்களை, கெட்ட பழக்க வழக்கங்களை, கேடானவற்றை, கர்த்தருக்கு அருவருப்பான காரியங்களை எல்லாம் விட்டுவிட்டு ஆண்டவரை தேடி ஓடிவா. இந்த நல்ல நாளில் கர்த்தர் உனக்கு தரப்போகிற இந்த நல்ல நாளில், கர்த்தர் அல்லது உனக்கு தந்திருக்கிற இந்த நல்ல நாளில் பரிசுத்த ஆவியின் அபிஷேகத்தை பெற்று கொண்டிருக்கிற அருமையான சகோதரனே சகோதரியே, அபிஷேகம் இன்னும் பெற்றுக்கொள்ளாமல் இருந்தாலும் உள்ளத்தில் வாஞ்சையோடு இந்த ரட்சிப்பையும் அபிஷேகத்தையும் நானும் இவர்களைப் போல் பெற்றுக்கொள்ள வேண்டும் என்கிற எண்ணம் இப்பொழுது யார் யாருக்கு தோன்றுகிறதோ அவர்கள் எல்லோரையும் சேர்த்து நான் சொல்கிறேன், ஓடிவா, உன்னை வரவேற்க கர்த்தர் ஆவலாக காத்திருக்கிறார். உன்னை ஏற்றுக்கொள்ள இயேசு ஆண்டவர் இதோ உன்னை நோக்கி கடந்து வந்து கொண்டிருக்கிறார். ஓடிவா, இயேசுவின் கரங்களை பற்றிக்கொள், இயேசுவின் கரங்களை பற்றிக்கொள். அவர் உன்னை மீட்பார், அவர் உன்னை மீட்பார்.
செய்கிறார். இந்த அற்புதமான நாளில் பரிசுத்த ஆவியானவரின் திருநாள் கொண்டாடும் இந்த நாளில், இந்த திருநாளில் அருமையான சகோதரனே, சகோதரியே, ஆண்டவருக்கு உன்னை ஒப்புக்கொடு, உன் குடும்பத்தை ஒப்புக்கொடு, உன் போட்டை ஒப்புக்கொடு, உன்னுடைய வள்ளத்தை ஒப்புக்கொடு, ஆண்டவரிடத்தில் உன்னுடைய கருவிகளை ஒப்புக்கொடு, உன் தொழிலை, உன் உத்தியோகத்தை, நீ செய்கிற எல்லாவற்றையும் ஆண்டவரிடத்தில் ஒப்புக்கொடு. மனைவியை ஒப்புக்கொடு, கணவனை ஒப்புக்கொடு, உன் அன்பு பிள்ளைகளை ஒப்புக்கொடு, உன்னுடைய வாழ்க்கையை ஒப்புக்கொடு. போதும் என்று சொல். இயேசு கர்த்தர் என் வாழ்க்கையில் எனக்கு போதுமானவர் என்று சொல். என் ஆண்டவர் இயேசு என்னுடைய வாழ்க்கைக்கு போதுமானவர் என்று சொல். அப்படியானால் இன்றிலிருந்து விடுதலை உனக்கு, இன்றிலிருந்து விடுதலை உன் குடும்பத்துக்கு, இன்றிலிருந்து விடுதலை. எல்லா விதமான ஆசீர்வாதங்களையும் இன்று நீ பெற்றுக்கொள்ள போகிறாய். இந்த பரிசுத்த ஆவியின் திருவிழா நாளில் பரிசுத்த ஆவியானவர் இறங்கி வந்து உங்கள் ஒவ்வொருவரையும் தொடப்போகிறார், தொட்டு ஆசீர்வதிக்க போகிறார். இந்த நல்ல நாளுக்காக ஏக்கத்தோடு காத்திருந்தவர்கள் எல்லோரும் இந்த மகிழ்ச்சி நிறைந்த நாளுக்காக கர்த்தருக்கு நன்றி சொல். இனி சொல், இடப்பாடில் விட்டு நான் போக மாட்டேன், என் ஆண்டவரை விட்டு நான் போக மாட்டேன். நீர் ஆசீர்வதிக்காமல் நான் இடப்பாடை விட்டு போவது இல்லை என்று ஆண்டவரிடத்தில் சொல். நீர் என்னை ஆசீர்வதிக்க வேண்டும், என் குடும்பத்தை ஆசீர்வதிக்க வேண்டும், என்னுடைய தொழிலை நீர் ஆசீர்வதிக்க வேண்டும். இல்லை என்றால் இந்த இடத்தை விட்டு போக மாட்டேன் என்று யாக்கோபு சொன்னதை போல எடுத்து சொல், எடுத்து சொல். உன்னை நேசிக்கிற ஒரு ஆண்டவர் உன்னோடு இருக்கிறார். உன்னை நேசிக்கிற ஒரு அன்பு தேவன் உன்னோடு இருக்கிறார். ஏற்றுக்கொள், அவரை நம்பு, அவரை நம்பு, அவரை ஏற்றுக்கொள். அவரோடு ஒன்றித்து காணப்படு. கர்த்தர் எல்லாவற்றையும் உனக்கு நன்மையாக செய்து முடிப்பார். கர்த்தர் அனைவரையும் ஆசீர்வதிப்பாராக. ஆமென். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. கண்ணீர் கைப்பேறியதா என் பாவம் அநேகம் கரையதிகம் ഞാൻ വീട്ടിടും കണ്ണീർ கைப்பேறியதா
ജീവിതം ഖേദവും ശൂന്യവുമായി പ്രത്യാശയെ നീക്കുണ്ട് നല്ലതിനായി പ്രത്യാശയെ നീക്കുണ്ട് നല്ലതിനായി പ്രവാഹമെന്നേ നിന്റെ വാഹമെന്നേ നിന്റെ വാഹമെന്നേ ഒഴുക്കിയിടുമെങ്കിൽ പ്രവാഹമെന്നേൽ നിൻ പ്രവാഹമെന്നേൽ നിൻ പ്രവാഹമെന്നേൽ ഒഴുക്കിയിടുമെങ്കിൽ കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ മടങ്ങുകിൽ നീ വിടും മടങ്ങുകിൽ നീ വിടും ഞാൻ പ്രവാഹമെന്നേൽ നിൻ പ്രവാഹമെന്നേൽ നിൻ പ്രവാഹമെന്നേൽ ഒഴുക്കാതിരുന്ന പ്രവാഹമെന്നേൽ നിൻ പ്രവാഹമെന്നേൽ നിൻ പ്രവാഹമെന്നേൽ ഒഴുക്കാതിരുന്ന രക്ഷയാം ദിവ്യസ്നേഹ കടലേ ക്രിസ്തേശു നൽകും കരുണാപുരമേ രക്ഷയാം ദിവ്യസ്നേഹ കടലേ ക്രിസ്തേശു നൽകും കരുണാപുരമേ സൗജന്യമായി ലോകത്തെ വീണ്ടവനേ സൗജന്യമായി ലോകത്തെ വീണ്ടവനേ പ്രവാഹമെന്നേൽ നിൻ പ്രവാഹമെന്നേൽ നിൻ പ്രവാഹമെന്നേൽ ഒഴുക്കിയിടണമേ പ്രവാഹമെന്നേൽ നിൻ പ്രവാഹമെന്നേൽ നിൻ പ്രവാഹമെന്നേൽ ഒഴുക്കിയിടണമേ പ്രവാഹമെന്നേൽ നിൻ പ്രവാഹമെന്നേൽ നിൻ പ്രവാഹമെന്നേൽ ഒഴുക്കിയിടണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ஆண்டவராம் ஆவியானவரின் பெருவிழாவாம் திருவிழா. பெந்தகோஸ்தே நாளில் அடைமறியாளும் அப்போஸ்தலர்கள் 12 பேரும் சீடர்களும் பெண்களும் ஒன்றிக்க மாடி அறையில் ஜெபித்து கொண்டே இருந்தார்கள். உயர்த்தெழுந்த ஆண்டவர் இயேசு 40வது நாளில் பரலோகம் சென்றார். பரலோகம் சென்ற ஆண்டவர் இயேசு கூறிவிட்டு சென்றார், நான் புறப்பட வேண்டும், நான் போக வேண்டும், நீங்கள் காத்திருங்கள், நான் ஆண்டவரை கேட்பேன், அவர் உங்கள் மேலே வல்லமை அனுப்புவார். ஹல்லேலூயா. அவர்கள் 10 நாட்கள் விழிப்போடு காத்திருந்து ஜெபித்தார்கள். 10வது நாளிலே, அதாவது ஆண்டவர் இயேசு உயிர்த்தெழுந்த 50வது நாள், இவர்கள் ஜெபத்தோடு காத்திருந்த 10வது நாள். ஜெபித்து கொண்டு இருக்கும்போதே பெருங்காற்று வீசியது. அவர்கள் எல்லோரும் ஆண்டவராகிய கடவுளின் ஆவியானவர் புறப்பட்டு வர எல்லோரும் வல்லமையால் நிரம்பி பெரிதான வெளிச்சத்தில் மூழ்கி அந்நிய பாஷையில் ஜெபித்தார்கள். ஹல்லேலூயா ஹல்லேலூயா. ஆண்டவராம் ஆவியானவர் ஆண்டவர் இயேசுவால் அனுப்பப்பட்டவர். 2000 ஆண்டுகளுக்கு முன்னாலேயே ஆவியானவர் செயல்பட ஆரம்பித்தார். ஆனால் யாருக்கும் ஆண்டவராம் ஆவியானவரை தேவையில்லை. அவரால் அண்டி யாரும் மேலுலகம் போக முடியாது.
37 எசேக்கியேல் 37வது அதிகாரம். ஆண்டவராகிய கடவுள் எசேக்கியேலை தமது ஆவியினாலே தூக்கி, தம்முடைய ஆவியால் தூக்கி எழுப்பி பாலைவனத்தில் கொண்டு நிறுத்துகிறார். நீங்கள் உங்கள் இல்லத்தில் சென்று வேலைகள் முடிந்த பிறகு இந்த 37வது அதிகாரத்தில் 15 வரை வசனத்தை வாசியுங்கள். அவர் கொண்டு நிறுத்தியது ஒரு எலும்புகள் நிரம்பிய ஒரு பள்ளத்தாக்கில், ஒரு பெரிதான பள்ளம். அதில் எலும்புகள், ஏராளமான எலும்புகள் காணப்படுகிறது. எசேக்கியேல் ஆண்டவரை பார்த்தார். ஒன்றும் தெரியாத நிலையில் ஆண்டவர் எசேக்கியேலை கொண்டு வந்தார். இது என்ன என்று பார்த்தார். ஆண்டவர் சொன்னார், இது இஸ்ரவேல் மக்களின் எலும்புகள், இந்த எலும்புகளுக்கு இறைவாக்கு கூறு. எசேக்கியேலே, இந்த எலும்புகளுக்கு இறைவாக்கு கூறு. இது கையெலும்பு, தலையோட்டி, வாரியல், காலெலும்பண்டு முழுமையாக எலும்பு கூடானது இதோ அந்த பள்ளத்தாக்கில் காணப்படுகிறது. அவர் சொன்னார், எப்படியாகும்? ஆண்டவர் சொன்னார், நீ இறைவாக்கு கூறு, ஆவியே புறப்பட்டு வா. ஹல்லேலூயா, ஹல்லேலூயா. இவர்களுக்குள்ளே உயிரளிக்கும்படியாக 4 திசையிலிருந்தும் ஆவியே புறப்பட்டு வா. இவரை பார்த்து கொண்டு நிற்கும் போது, எசேக்கியேல் பார்க்கும் போது, ஆவியானது, ஜீவ ஒளியானது அந்த கிடக்கும் எலும்புகள் கூட்டத்தினுள் நுழைந்தது. எலும்புகளில் ஜீவன் உண்டானது. நாம் எல்லோரும் எத்தனையோ பாக்கியம் பெற்றவர்கள். நாம் பெரிய பெரிய பாக்கியம் பெற்ற மக்கள். நம்மை போன்று எங்கும் ஒரு ஜனம் பார்க்க முடியாது. ஆண்டவர் இருக்கிறார், அவர் செயலாட்டுகிறார். அவர் இந்த வல்லமையை வாரி 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 நம்மேல் அனுப்பி கொண்டே இருக்கிறார். ஆண்டவர் இயேசு 7 ஆவிகளும் அந்த இடம், சாட்சிய பவனம், இந்த முற்றம் எல்லாமே ஆவியானவர் இந்த மணல் மேல் இறங்கி நடந்து வருவதை பார்த்திருக்கிறேன். ஆண்டவர் இயேசு இவ்விடத்தில் இறங்கி நடந்து செல்வதை பார்த்திருக்கிறேன். அருமையானவர்களே, நாம் விளையாட்டு போல் காண வேண்டிய இடம் அல்ல, இடப்பாடினம் இந்த ஆண்டவருடைய பூமி. ஹல்லேலூயா, ஹல்லேலூயா. எசேக்கியேல் கூறிய உடனேயே பார்த்து கொண்டு இருக்கும் போது எலும்புகளில் ஜீவம் உண்டானது. எலும்புகள் எழும்பியது. காலெலும்போடு இடுப்பெல்லம், வாரியெல்லம், கை, தோள்பட்டை, தலை எலும்பென்று ஒரு கூடாரம் போல் அது எழுந்து நின்றது. ஒரு ரூபமாக எலும்பு கூடாக எலும்புகள் ஒன்றுபட்டு எழும்பி நின்றது. இவர் இன்னும் பார்த்து கொண்டு இருக்கும் போது ஆண்டவர் சொன்னார், மனிதா, இந்த எலும்புகளுக்குள் உயிர் ஊற்றப்பட வேண்டும். இந்த எலும்புகளை ஒன்றோடொன்று சேர்த்து நிறுத்தும்படியாக சொன்னார். ஆண்டவர் இந்த எலும்பு கூடாய் நிற்கிற, நல்லா கவனிங்க, இந்த எலும்பு கூட ஒரு கூடு எலும்பு, அதன் மேலே ஆண்டவர் நரம்புகளை வைத்தார். நரம்புகளை வைத்தார். ஹாஸ்பிட்டலுக்கு போகக்கூடியவர்கள் சொல்லுவார்கள், நரம்பு கிடைக்கல, இன்ஜெக்ஷன் போட நரம்பு கிடைக்கல. ஆண்டவர் எலும்புகள் மேல் நரம்பை வைத்தார். ஆண்டவர் நரம்புகளுக்கு மேலே சதையை வைத்தார். ஆண்டவர் அந்த மாமிச அந்த சதை துண்டம் மேலே ஆண்டவர் தோலால் மூடினார். ரூபமானது, சாயலானது, உயிருண்டானது. ஹல்லேலூயா, 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 ஹல்லேலூயா. ஆண்டவரால் கூடாததென்று உலகில் எதுவுமே இல்லை. ஆண்டவரால் ஆகாததென்று உலகில் எதுவுமே இல்லை. நாம் தான் எத்தனை தான் ஆவியை ஆண்டவரையும் பெற்றுக்கொண்டாலும் காணும் எல்லா இடங்களுக்கும் மந்திர பொடி போடுவது போல சில நாணய துட்டுக்களை நேர்ச்சையிட்டு கடந்து செல்கிறோம்.
ஆண்டவர் ஜீவனானவர். பூமியை முழுமையாக நிரப்பிக் கொண்டு இருப்பது அவருடைய ஜீவன். கடலை நிறுத்தி இருப்பது அவருடைய ஜீவன். ஆகாய மண்டலத்தை நிறுத்தியுள்ளது அவருடைய ஜீவன். இவர் பார்க்கும்போதே எழும்பி நடக்க ஆரம்பித்தது. ஆண்டவர் சொன்னார், இன்னும் ஆவி உள்ளே நுழையட்டும். ஹல்லேலூயா. ஆண்டவர் ஆவி உள்ளே நுழையட்டும். ஹல்லேலூயா. அருமையானுள்ளே, இந்த காலத்தை எடுத்து பாருங்கள். எத்தனை ஆயிரக்கணக்கான 10,000ற்கு மேலான சபைகள் ஒன்றோடொன்று சேரமாட்டார்கள். ஒன்றோடொன்று சேரமாட்டார்கள். ஒரே இனத்தவராக சபைகளில் கலந்து கொண்டாலும் ஊழியர்கள் ஒன்றோடொன்று சேரமாட்டார்கள். ஆண்டவராகிய கடவுளுடைய பெரிதான செயலை சரியாக கற்றுக் கொடுப்பதற்கு யாருமே இல்லை. அவர்களோடு பேச யாருமே இல்லை. ஆண்டவராகிய கடவுளுடைய வார்த்தைகளை ஓடி ஓடி கொண்டு செல்வதற்கு யாரும் இல்லை. 2000 ஆண்டுகளுக்கு முன்னால் 2000 ஆண்டுகளுக்கு முன்னால் தோமையார் எருசலேமிலிருந்து கப்பல் வழி அவர் இந்தியா வந்து இந்தியா முழுமையாக நடந்து திரிந்தார். கடைசியாக சென்னையில் அவர் ஜெபித்துக் கொண்டிருக்கும் போது இன்னொருவனால் குத்தப்பட்டு அவர் இறந்து போனார். 2000 ஆண்டுகளுக்கு முன்னாலே வந்தவர் தான் தோமையார். ஆண்டவருடைய வார்த்தை பிறருக்கு போதியாமல் இருந்தால் யார் மீட்படைவார்கள்? ஆண்டவரின் வார்த்தையை எடுத்து சொல்லாமல் இருந்தால் யார் ரட்சிக்கப்படுவார்கள்? ஆண்டவரின் வார்த்தையை கனம் பண்ணாமல் இருந்தால் யார் மேன்மை அடைவார்கள்? ஆண்டவரின் வார்த்தை என்பது ஜீவனானது. அதற்கு மாற்றம் கிடையாது. அந்த வார்த்தைக்கு மாற்றம் கிடையாது. ஆண்டவரின் வார்த்தை அது திரு எழுத்து. அது ஆண்டவரால் அவர் தம் ஆவியால் எழுதப்பட்ட வசனம். அது ஆண்டவருடைய வார்த்தையை பேச ஆளில. நம்முடைய ஊர்களில் நம்மை சுற்றி இருக்கும் ஊர்கள் யாருக்கும் ஆண்டவரை பிடிக்காது. நேர்ச்சையிடத்தான் பிடிக்கும், ஆண்டவரை பிடிக்காது. ஆண்டவர் வேண்டாம், ஆவியானவர் வேண்டாம். என்ன வேணும்? திருவிழாக்கள் வேண்டும், கும்பிட்டு ஆராதிக்க வேண்டும். அருமையானவர்களே, ஆண்டவரின் காலம் முடிய போகிறது. விளையாட்டுக்குரிய காரியங்கள் அல்ல இது. மனிதனை தெய்வமாட்டுமாக மாற்றுகிற வேலை இது. நீங்கள் ஆண்டவர் இயேசுவை போல மாற வேண்டும், தெய்வமாக மாற வேண்டும். நீங்கள் மாறி ஆண்டவர் இயேசு வரும்போது அவரோடு மேல் உலகம் போக வேண்டும். அதற்காகவே பாடுபடுகிறோம், அதற்காகவே உழைத்து வருகிறோம், அதற்காகவே கண்ணீர் விட்டு கதறுகிறோம். ஆண்டவரை நோக்கி கண்ணீரோடு இரவும் பகலும் நேரம் இருக்கும் பொழுதெல்லாம் ஜெபித்து கொண்டு இருக்கிறோம். ஏன்? நீங்கள் இருப்பது இன்னொரு இடம், நாங்கள் இருப்பது அவரோடு. இந்த மக்கள் எப்படி இருப்பார்களோ, இவர்கள் என்ன செய்வார்களோ, இவர்கள் எப்படி வாழ்வார்களோ, யாரை குற்றம் குறை சொல்வார்களோ, குடும்பத்தில் எப்படி இருப்பார்களோ என்று ஆண்டவரை நோக்கி கண்ணீரோடு கருத்தோடு ஜெபித்து கொண்டிருப்பவர்கள் நாங்கள். ஆண்டவரே, இந்த மக்களில் ஒரு நபர் கூட உம்மை விட்டு பிரிந்து போகவே கூடாதப்பா. இவர்களில் ஒற்ற நபரும் விட்டு விலகக்கூடாது, பாவம் செய்யக்கூடாது, குடிக்கக்கூடாது. குடிப்பவனை மாற்று, குடிப்பவர்களை மாற்றும். அவர்கள் இந்த இல்லத்தில் வர வேண்டாம். ஆண்டவரோடு இருப்பது சாதாரணமான ஒன்றல்ல. அது ஏதோ காசு கொடுத்து வாங்க அப்பா அல்ல, அது ஏதோ ஒரு பொருள் அல்ல. நாம் எவ்வளவுக்கு தாழ வேண்டுமென்றால், அன்னை மரியாள் கூறியது போல, நான் தாழ்மையில் இருந்தேன். தாழ்மை என்றால் அடி ஆழம் வரையிலும் பூமியின் எல்லை வரையிலும் தாழ்ந்து இருந்தேன். ஆனால் கப்ரியேலோ என்னை தேடி வந்தார். ஹல்லேலூயா. பெரிதான வேலை செய்பவர்களை ஆண்டவருக்கு தேவை. பெரிய வேலை ஆட்கள் ஆண்டவருக்கு தேவை. மக்கள் ஆண்டவருக்கு தேவை. சேனை போல இந்த இடப்பாடில் இவர்கள் எதுக்கு போகிறார்கள்?
அங்கு ஜெபம் உண்டு. அதற்கு இப்படி போகணுமா எத்தனை மக்கள் என்று அறியாதவர்கள் சொல்லுவார்கள். ஆண்டவருக்கு சேனை போல, பட்டாளம் போல, இராணுவம் போல ஒரு ஜனம் தேவை. அது என்ன ஜனம்? ஆண்டவரின் மக்கள் எனப்படுவர். ஹல்லேலூயா. அவர்களை யார் என்று சொல்லுவார்கள்? ஆண்டவரின் மக்கள் என்று சொல்லுவார்கள். இதெல்லாம் வெறுமையாய் கிடைப்பது இல்லை. நீங்கள் ஆண்டவரோடு இருந்தால் உங்கள் எல்லா தேவைகளையும் ஆண்டவர் நிறைவேற்றுவார். இத்துணை வல்லமை, இவ்வளவு மேலான கிருபை மரியாளை நோக்கி, மரியாளை நோக்கி தேவதூதர் வாழ்த்தினார். கிருபை பெற்றவளே, இன்று இடப்பாடில் இருக்கும் மக்கள் எல்லோரும் அதை கிருபை பெற்ற மக்கள். ஹல்லேலூயா, ஹல்லேலூயா. கிருபை என்பது ஒரு கவச சட்டை, ஒரு பெரிய இரும்பு சட்டை. அது நமக்கு இருந்தால் எத்தீங்கும் தீமையும் எந்த துன்பமும் நம்மை அணுகாது. ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவருக்கு நன்றி சொல்லுங்கள். ஆண்டவர் அவருடைய வார்த்தைகளை பிறருக்கு எடுத்து சொல்லும் மக்களை தேடுகிறார். இறைவாக்கினர்களை தேடுகிறார். மெய்ஞானத்தின் மக்களை தேடுகிறார். நற்செய்தி சொல்லும்படியான மக்களை தேடுகிறார். ஏழ்மையான மக்களை கூப்பிடும் அருமையான பிள்ளைகளை ஆண்டவர் தேடுகிறார். ஆண்டவர் நம்மை தேடுகிறார். அருமையான சகோதரிகளே, சகோதரர்களே, உங்கள் கையில் இருக்கும் குழந்தை முதல் சிறுவர்கள் எல்லோரையும் நெஞ்சார கட்டி அரவணைத்து முத்தமிட்டு அந்த குழந்தைகளுக்கு ஆண்டவர் தான் இயேசு என்று சொல்லிக் கொடுங்கள். அந்த குழந்தைகள் அவர் வரும்போது மேலே எடுத்துக்கொள்ளப்படுவார்கள். ஹல்லேலூயா. ஆண்டவரை தெரிந்திருப்பவர்கள் பாவம் செய்யாதீர்கள். தயவு செய்து ஆண்டவரை தெரிந்த மக்கள் குற்றம் குறை யாரையும் சொல்லாதீர்கள். பெரிய பாவம், அது தண்டனை கிடைக்கும். யாரையும் குறை சொல்லாதீர்கள். சரீரம் பாவ அழுக்கை போக்கி ஆண்டவராகிய கடவுள் அவர் தங்கும்படியான ஆலயமாக மாற்றியிருக்கிறார். ஹல்லேலூயா. தாழ்மையோடு இருங்கள். மீண்டும் மீண்டும் கூறுகிறேன், தாய் தந்தையை அனுசரணையோடு உபசரியுங்கள். குடும்பத்தில் சமாதானத்தை நிறுத்துங்கள். உங்கள் இல்லம் ஆசீர்வாதம் பெற்றுக்கொள்ள ஆண்டவர் நீங்கள் எண்ணுவதை விட ஏராளமான நன்மைகள் செய்வார். உங்கள் முகங்களை பார்க்கும்போது ஒன்று இல்லாமல் வந்தவர்கள் அநேகர், என்று ரொம்ப வசதியோடு வாழ்பவர்கள் உண்டு. கடவுள் ஆசீர்வதிப்பார், நன்மை செய்வார். ஆண்டவரை விட்டு விலகி போவாதீர்கள். ஹல்லேலூயா. எல்லோரும் முழங்கால் படியிடுவோம். ஹல்லேலூயா, ஹல்லேலூயா. வேறு வரும்போது எடுத்துக்கொள்ளப்பட வேண்டிய தம்பிமார்கள், சிறுவர்கள், குழந்தைகள், சிறுமியர், வாலிபர்கள், வாலிப பிள்ளைகள் எல்லோரும் மேலும் இரட்டிப்பான வல்லமை ஆவியான ஆண்டவரே, இரட்டிப்பான வல்லமை ஆவியான ஆண்டவரே, இரட்டிப்பான வல்லமை ஆவியான ஆண்டவரே, இரட்டிப்பான ஆக்கினியான ஆண்டவரே, இரட்டிப்பான ஆக்கினியின் வல்லமையான ஆண்டவரே. பிள்ளைகள் நிரம்பட்டு அதிபுத்திசாலிகளாக மாறட்டு, அதிபுத்திசாலிகளாக மாறட்டு, படிப்பில் மேன்மேடையிட்டு, படிப்பில் மேன்மேடையிட்டு ஞானவான்களாக மாறிட்டு. ஆண்டவரே, கர்த்தாவே, உம்மை நோக்கி காணும் கண்கள் பிரகாசிக்கட்டு, மக்களின் முகங்கள் பிரகாசிக்கட்டு, பிள்ளைகளின் குடும்பங்கள் பிரகாசிக்கட்டு. குடும்பங்களில் மாற்றம் உண்டாகட்டும், குடும்பங்களில் மாற்றம் உண்டாகட்டும், வாலிபர்களில் மாற்றம் உண்டாகட்டும், சிறுவர்களில் மாற்றம் உண்டாகட்டும். ஆமென் ஆண்டவரே, ஆமென் ஆண்டவரே. பிரைஸ் தி லார்ட், பிரைஸ் தி லார்ட், க்ளோரி டு லார்ட். நன்றியோடுமை துதிக்கிறப்பா. நீர் செய்த நன்மைகள் ஏராளம். ஒன்றும் தெரியாத எங்களை பயிற்றுவித்தீர், ஒன்றும் தெரியாத எங்களுக்கு படிப்பினை தந்தீர். ஆண்டவரே, ஆவியானவரே, 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 ஆவியானவரே. பிரைஸ் தி லார்ட், க்ளோரி டு லார்ட். நன்றி அப்பா, நன்றியோடுமை துதிக்கிறோம், நன்றியோடுமை ஸ்தோத்தரிக்கிறோம், நன்றி செலுத்துகிறோம். ஆண்டவரே, நீர் எங்களுக்கு போதும் அப்பா,
நேரங்களுக்கு போதுமானவர். ஆண்டவரே உமக்கு நன்றி. இந்த நாளில் வந்திருக்கிற மக்களில் உடல் நலமற்றவர்கள், வியாதியோடு இருப்பவர்களுக்கு உம்முடைய தீயினால சுட்டரித்து அற்புத விடுதலை அளிக்கும்படியாக ஜெபிக்கிறேன். சுகப்படுத்தும்படியாக ஜெபிக்கிறேன். சுகப்படுத்தும்படியாக ஜெபிக்கிறேன். சுகப்படுத்தும்படியாக ஜெபிக்கிறேன். குடும்பத்தில் நலம் உண்டாக ஜெபிக்கிறேன். குடும்பத்தில் சமாதானம் உண்டாக ஜெபிக்கிறேன். குடும்பத்தில் சந்தோஷம் உண்டாக ஜெபிக்கிறேன். குடும்பத்தில் ஆசீர்வாதம் பெருக ஜெபிக்கிறேன். குடும்பத்தில் தானம் உண்டாக ஜெபிக்கிறேன். வேலை வாய்ப்புகள் உண்டாக ஜெபிக்கிறேன். தடசங்கள் மாற ஜெபிக்கிறேன். நன்றி ஆண்டவரே. அப்பா உமக்கு நன்றி. இந்த மக்கள் மேல நீர் வைத்திருக்கிற அன்பு பெரியது. இந்த மக்கள் மேல் நீர் கொண்டிருக்கும் அன்பு மேலானது. இவர்கள் உமக்குரியவர்கள். இவர்கள் உம்முடைய பிள்ளைகள் ஆண்டவரே. இவர்கள் உம்முடைய பிள்ளைகள் ஆண்டவரே. இந்த குடும்பங்கள் உமக்குரியவர்கள். இந்த குடும்பங்கள் உமக்குரியவர்கள். இந்த குடும்பம் உம்முடையது. ஆமேன் ஆண்டவரே. ஆமேன் கர்த்தாவே. பிரைஸ் தி லார்ட். க்ளோரி டு லார்ட். நன்றி தகப்பனே. எல்லாம் வல்ல ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறேன். ஜெபங்கள் நல்ல பிதாவே. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரே. என் முழுள்ளமே அவருடைய பரிசுநாமத்தை ஸ்தோத்திரே. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரே. அவற்றை சகல நன்மையும் ஒருபோதும் மறவாதே. ஆமென். ஹல்லேலூயா. ஹல்லேலூயா. ஹல்லேலூயா.